Working on now? I'm working on a thing called The Fight Club. Yeah, what's the new movie with Brad Pitt and Edward Norton? It's a film called Fight Club. And tell me about that. That's David Fincher directing, who directed Seven. Directed by the man who did Seven and The Game. What's his name? David Fincher. He's supposed to be terrific, isn't he? He is absolutely terrific. It's about two guys who start this amateur boxing league for underprivileged youth and the woman who comes between them. And what do you do when you come between them? You have to watch the movie. But we twisted a bit. യെസ് ദേ ട്വിസ്റ്റഡ് എ ബിറ്റ്. നിങ്ങൾ ഫൈറ്റ് ക്ലബ് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഡയലോഗ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടോ? First rule of Fight Club is you do not talk about Fight Club. പക്ഷെ നമ്മൾ ഈ റൂള് ബ്രേക്ക് ചെയ്യാൻ പോവാണ്. യെസ്, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഡേവിഡ് ഫിഞ്ചറിന്റെ ഈ മാസ്റ്റർ പീസിനെ കുറിച്ച്. ഈ പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ തോന്നും ഇതൊരു വയലൻസ് ഉള്ളൊരു ആക്ഷൻ മൂവിയാണ്. പക്ഷെ ഇത് ആക്ച്വലി ഒരുപാട് ഡീപ്പ് മീനിങ്സ് ഉള്ള സൈക്കോളജിക്കൽ ഡ്രാമയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ തന്നെ മനസ്സിന്റെ ഉള്ളിലേക്കുള്ള ഒരു ഡേഞ്ചറസ് ജേർണി. ഈ സിനിമയെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ പറയേണ്ട ഒരു പേരുണ്ട്, ഡേവിഡ് ഫിഞ്ചർ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടർ കൂടിയാണ് ഈ ചങ്ങായി. ഫിഞ്ചറിന്റെ പടങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആദ്യത്തെ കുറച്ച് മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. എവറി മൊമെന്റ് ഈസ് ഡിസൈൻ ഫോർ പ്ലാൻഡ് ഐഡിയാസ്. ചില കീ ഡീറ്റെയിൽസ് ആണ് ഓരോ ഷോട്ടിലും ഓഡിയൻസിന്റെ അറ്റൻഷൻ പിടിച്ചെടുത്താൻ ഫിഞ്ചർ പടങ്ങൾ കഴിയും. ഫൈറ്റ് ക്ലബിന്റെ ഫസ്റ്റ് മൊമെന്റിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും. നരേറ്ററിന്റെ മൈൻഡിൽ നിന്ന് സൂമിങ് ഔട്ട് ചെയ്താണ് ഗണ്ണ് റിവീൽ ചെയ്യുന്നത്. ഈ ഒറ്റ സീനിൽ തന്നെ ഓഡിയൻസിന്റെ മൈൻഡിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. എന്തുകൊണ്ട് നരേറ്റർ ഈ സിറ്റുവേഷനിൽ വന്നു? 3 minutes. This is it. വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ 3 minutes? People are always asking me if I know Tyler Durden. ആരാണ് ഈ ടൈലർ ഡർഡൻ? ദെൻ പ്രോജക്ട് മേയത്തെ കുറിച്ചും കീ ക്യാരക്ടറായിട്ടുള്ള മാള സിംഗറെ കുറിച്ചും ഒരു ഹിന്റ് കൂടെ ഈ ഫസ്റ്റ് സീനിൽ തന്നെ തരുന്നു. ആക്ച്വലി ഈ 3 മിനിറ്റിന് ശേഷമാണ് പാസ്റ്റിലേക്ക് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കഥ തുടങ്ങുന്നത്. ഫൈറ്റ് ക്ലബ് എന്നത് ചക്ക് പലാനോക്സിന്റെ ഫൈറ്റ് ക്ലബ് എന്ന ബുക്കിന്റെ അഡാപ്റ്റേഷൻ. ബട്ട് ഫിഞ്ചർ ഇംപ്രൂവ്സ് ദ നോവൽ ഇൻ സെവറൽ ആസ്പെക്ട്സ്. ഇത് റിലീസായപ്പോൾ ഒരു ഫ്ലോപ്പ് പടമായിരുന്നു. ദെൻ ഇനി ഒരു കൾട്ട് മാസ്റ്റർ പീസാണ്. ഈ സിനിമയുടെ മെയിൻ ക്യാരക്ടറിന് പേരില്ല, ജസ്റ്റ് നറേറ്റർ. ഈ ഫസ്റ്റ് പേഴ്സന്റെ പെർസ്പെക്റ്റീവിലാണ് കഥ നടക്കുന്നത്. ഹീസ് എ വൈറ്റ് കോളർ കോർപ്പറേറ്റ് എംപ്ലോയി, സോഷ്യൽ നോംസിനനുസരിച്ച് പെർഫെക്റ്റ്ലി പോകുന്ന ഒരു വ്യക്തി. ബട്ട് ഈ റിപ്പീറ്റഡ് ലൈഫ് സ്റ്റൈൽ കാരണം ഇമോഷണലി വളരെ തളരും. With insomnia, nothing's real. Everything's a copy of a copy of a copy. ഈ ഇൻസോമേനിയെ തരണം ചെയ്യാൻ വേണ്ടി അവൻ സപ്പോർട്ട് ഗ്രൂപ്പുകളിലേക്ക് പോകുന്നു. ഫേക്ക് ഐഡന്റിറ്റി ഉപയോഗിച്ച് രോഗമുള്ളവരുടെ ഗ്രൂപ്പിലിരുന്ന് പയ്യെ അവന്റെ വിഷമം മാറ്റുന്നു. Then the second main character enters, Mala Singer. She is doing the same thing. Fake support group visitor. അവളെ കാണുന്നതോടെ അവന് വീണ്ടും ഇൻസോമേനിയ ആരംഭിക്കുന്നു. കാരണം Her lie reflected my lie. ഒരു ബിസിനസ് ട്രിപ്പിൽ ഫ്ലൈറ്റിൽ വെച്ച് നരേറ്റർ ടൈലർ ഡറിനെ കാണുന്നു. ടൈലർ നരേറ്ററിന്റെ എൻറ്റയർ ഓപ്പോസിറ്റാണ്. കാരിസ്മാറ്റിക്, ഫ്രീ, വൈൽഡ്, എ സോപ്പ് മേക്കർ ബൈ പ്രൊഫഷൻ ആൻഡ് എ ഫിലോസഫർ ബൈ തോട്ട്. ടൈലറിനെ മീറ്റ് ചെയ്ത് വന്നതിന് ശേഷം നരേറ്ററിന്റെ അപ്പാർട്ട്മെന്റ് എക്സ്പ്ലോർ ചെയ്യും. ഈ സമയം അവന് വിളിക്കാൻ ഫ്രണ്ട്സ് ആരും ഇല്ലാത്തതുകൊണ്ട് ഹി കോൾസ് ടൈലർ. അങ്ങനെ ടൈലറിന്റെ കൂടെ അവൻ താമസിച്ചു കൊടുക്കുന്നു. ഒരു രാത്രി ബാറിന്റെ പുറത്ത് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്നു. ആ പെയിനിൽ ഒരു ത്രില്ല് അവർ അനുഭവിക്കുന്നു. ആൻഡ് ദിസ് ഗ്രാജുവലി ലീഡ്സ് ടു ഫൈറ്റ് ക്ലബ്. Welcome to Fight Club. ഇതിലൂടെ പുതിയതരം ഒരു ഫ്രീഡം അവർ അനുഭവിക്കുന്നു. അവരുടെ ഇമോഷണൽ പെയിനിനെ ഫിസിക്കൽ പെയിനിലേക്ക് മാറ്റുന്നു. അങ്ങനെ അവരുടെ ട്രൂ സെൽഫ് പുറത്തു വരുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ റെഗുലർ മാൻ, ഓഫീസ് വർക്കേഴ്സ്, സെയിൽസ്മാൻ, അങ്ങനെ ഒരുപാട് പേര് ഇതിലേക്ക് എത്തുന്നു. ദേ ഫൈറ്റ്, ദേ സ്ക്രീം, ദേ ബ്ലീഡ്, ബട്ട് ദേ ഫീൽ അലൈവ്. ക്ലബ്ബ് വലുതാവുന്നതോടെ ടൈലർ മെല്ലെ ഒരു ലീഡറായി മാറുന്നു. ഈ ഫോംസ് പ്രൊജക്ട് മേയം, കൺസ്യൂമറിസത്തിനെതിരായ എ ന്യൂ ലെവൽ ഓഫ് കെയോസ്. മെല്ലെ നറേറ്റർ റിയലൈസ് ചെയ്യുന്നു ഫൈറ്റ് ക്ലബ് അവൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല. ടൈലർ ഈസ് നൗ സംതിങ് എൽസ് ബിയോണ്ട് കൺട്രോൾ. അപ്പോഴാണ് ലോക സിനിമ അന്ന് വരെ കണ്ടതിൽ ഒരു ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റാണ്. യഥാർത്ഥത്തിൽ ടൈലർ ഡർഡൻ എന്നൊരാളില്ല. ആക്ച്വലി ഈ നരേറ്റർ തന്നെയാണ് ടൈലർ ഡർഡൻ. ബോത്ത് ആർ സെയിം. നരേറ്ററിന്റെ മനസ്സിലുണ്ടായ കോൺഫ്ലിക്റ്റ് കാരണം മൈൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ആൾട്ടർ ഈഗോ ഓർ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി, അതാണ് ടൈലർ. ഇതെല്ലാം റിയലൈസ് ചെയ്ത നരേറ്റർ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഗൺഷോട്ട് കൊണ്ട് ടൈലറിനെ മൈൻഡിൽ നിന്ന് ഇല്ലാതാക്കുന്നു. എങ്കിലും അപ്പോഴേക്കും എല്ലാം കയ്യിൽ നിന്ന് പോയിരുന്നു. അങ്ങനെ അവസാനം ബിൽഡിംഗ് എക്സ്പ്ലോഡ് ചെയ്യുന്നു. അതോടെ അവരും ഇല്ലാതാവുന്നു. ഈ സിനിമ റിലീസാവുന്നത് 1999-ലാണ്. ഏകദേശം ഞാൻ ജനിച്ച സമയം. അത് തന്നെ ഏകദേശം ഇപ്പോൾ 26 കൊല്ലമായിട്ടാണ്. എന്നിട്ടും ഇതിൽ പറയുന്ന പല കാര്യങ്ങളും ഇപ്പോഴും റിലവൻ്റ് ആണ്. Consumers. Right. We are consumers. We are byproducts of a lifestyle obsession. സത്യം പറയുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു കൺസ്യൂമർ സൊസൈറ്റിയിലാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സ്റ്റഫ്സാണ് ഈ സൊസൈറ്റിയിൽ നമ്മൾ വിലയിരുത്തുന്നത്. കയ്യിലുള്ള ഫോൺ തൊട്ട് ഇടുന്ന അണ്ടർവെയർ വരെ എവിടെയോ ഒരു ആരോ പറയുന്ന പരസ്യം കണ്ടാണ് നമ്മൾ മേടിച്ചു കൂട്ടുന്നത്. വൈ? ബിക്കോസ് നമ്മൾ എവിടെ തിരിഞ്ഞാലും പരസ്യമാണ്. ടി വി ഓൺ ചെയ്താൽ, റോഡിലിറങ്ങിയ, ഫോൺ എടുത്താൽ, എന്തിന് ഈ യൂട്യൂബ് ഓൺ ചെയ്താൽ പോലും ആഡ് ആഡ് ആഡ്.
നമുക്ക് ചുറ്റും ഇപ്പം നോക്കിയാൽ കാണുന്ന നമ്മൾ വാങ്ങിച്ചു കൂട്ടിയ പല സാധനങ്ങളും നമുക്ക് ശരിക്കും വേണ്ടതാണോ എന്ന് ചിന്തിച്ച് നോക്കി. പക്ഷേ നമുക്കിതൊന്നും വേണ്ടെങ്കിൽ നമ്മളിതൊക്കെ മേടിച്ചേ പറ്റൂ. കാരണം നമ്മൾ ജീവിക്കുന്നത് വേൾഡ് ബിഗ്ഗസ്റ്റ് മാർക്കറ്റായ ഇന്ത്യയിലാണ്. പല ബഹിരാഷ്ട്ര കുത്തകകളും അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ പറ്റിയൊരു മാർക്കറ്റായിട്ടാണ് ഇന്ത്യയെ കാണുന്നത്. ഇവിടെ 15 കോടി ആസ്തിയുള്ള 1 ലക്ഷം രൂപയുടെ ഫോൺ മേടിച്ചാൽ മാസം വെറും 15,000 രൂപ പോലും ശമ്പളം ഇല്ലാത്ത EMI എടുത്ത് അതേ ഫോൺ മേടിക്കുന്നു. എന്നിട്ട് ആ EMI അടയ്ക്കാൻ വേണ്ടി വേറൊരു ലോൺ എടുക്കുന്നു. ഇതൊന്നും പോരാത്തതിന് വീടിനൊരു ലോൺ, കാറിനൊരു ലോൺ, TVക്കൊരു ലോൺ, എന്തിന് നമ്മൾ വരെ പണയം വെച്ച് നമ്മൾ ലോൺ എടുക്കും. ബേസിക് നീഡ്സ് അല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ മേടിച്ചു കൊടുക്കുന്ന ഈ സൊസൈറ്റിയിൽ കാണിച്ചു കൂട്ടാൻ വേണ്ടി മാത്രമാണ്. കാരണം നമ്മുടെ സൊസൈറ്റിയിൽ പലപ്പോഴും മെറ്റീരിയൽ അച്ചീവ്മെന്റ്സ് വെച്ച് മാത്രമാണ് ആൾക്കാരെ ഗ്രേറ്റ് ആയി കാണിക്കുന്നത്. തൊണ്ടയിലെ വെള്ളം പറ്റി, ഒരു സെക്കൻഡ് കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇപ്പോൾ അതുപോലെ ഈ പടത്തിൽ പറയുന്നൊരു ഡയലോഗുണ്ട്, ആരും അവരുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കുന്നില്ല. റിസ്ക് എടുക്കാൻ വയ്യാതെ കംഫർട്ട് സോണിൽ നിന്ന് മാത്രം കാര്യങ്ങൾ ചെയ്യുന്നു. ആക്ച്വലി ഒരു സിഗ്നിഫിക്കൻറ്റ് അംബിഷൻ ഇല്ലാതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് പലരും നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് തന്നെ അവരുടെ എൻ്റയർ ലൈഫ് തന്നെ സെയിം ചെയറിന് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ മുന്നിലിരുന്ന് വേസ്റ്റ് ചെയ്യും. ബട്ട് സംടൈംസ് ഈ സിനിമയിൽ ടൈലർ ഡെറിനെ പോലെ സെൽഫ് സഫിഷ്യൻ്റ് ആവണം. ബട്ട് ഈ ക്യാരക്ടർ ഒരുപാട് വൈൽഡായി പോകുന്നുണ്ട്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ സെൽഫ് ഡിസ്ട്രക്ഷനിൽ കൊണ്ട് എത്തിക്കുകയുള്ളൂ. നമ്മൾ ഒരിക്കലും നമ്മുടെ അതോറിറ്റീസിന് എതിരെ ഡിസൊബീഡിയൻ്റ് ആവരുത്. ഇതെല്ലാം എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ ഒപ്പീനിയൻ ഈ സിനിമയെ കുറിച്ച് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മൈൻഡ് ദ ഫസ്റ്റ് റൂൾ ഓഫ് ഫൈറ്റ് ക്ലബ് ഇസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ സിനിഫൈൽ ഫ്രണ്ട്സ്. സെക്കൻഡ് റൂൾ ഓഫ് ഫൈറ്റ് ക്ലബ് ഇസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഇടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.